ഹലോ വിലാസിനി മാഡം, വെൽക്കം ടു VMC മലയാളമ്മ. മാഡത്തിന്റെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസസ് പറയൂ. ആദ്യമായി പരമഗുരു പത്രീജിക്ക് എന്റെ പാദ നമസ്കാരം. ശ്രീമാജിക്കും സുഭാഷിക്കും കുഞ്ഞുങ്ങൾക്കും എന്റെ പാദ നമസ്കാരം. പ്രപഞ്ച ശക്തിക്ക് എന്റെ പാദ നമസ്കാരം. എല്ലാ പരമഗുരുക്കന്മാർക്കും എന്റെ നമസ്കാരം. യെസ് ശ്രീമാജി, ഞാന് ധ്യാനത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. അപ്പം 1.5 വർഷത്തിന് മുമ്പ് 1 വർഷമായപ്പോ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇതിപ്പം 2ാമത്തെ വീഡിയോ ചെയ്യുന്ന കാരണം ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരം അത് ഇപ്പം 1 വർഷം ആയപ്പോ തന്നെ എനിക്ക് 10 വർഷത്തേന് മരുന്ന് കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞ 5 വർഷമായപ്പോ തന്നെ ഞാനപ്പം മെഡിറ്റേഷനിലേക്ക് വന്നിട്ട് 1 വർഷമായപ്പോ ചെക്കപ്പിന് ചെന്നപ്പോ അവര് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു 5 വർഷം തികഞ്ഞപ്പോ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞു. അതായത് 10 വർഷം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഡം മെഡിറ്റേഷൻ ഒരു 1 ഇയർ ചെയ്യാൻ തുടങ്ങിയപ്പോ അവര് 10 വർഷം എന്നുള്ളത് 5 വർഷമാക്കി മാറ്റി. ഓക്കെ. അന്നേരം അങ്ങനെ ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും 5 വർഷം കുറവ് ചെയ്ത് ഈ മരുന്ന് നിർത്തേണ്ട വന്നല്ലോ. അത് ധ്യാനത്തിന്റെ തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതെന്റെ അനുഭവമാണ്. എനിക്ക് അത്ര വിശ്വാസമാണ്. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. പിന്നെ എന്റെ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ അമ്മയും അതുപോലെ തന്നെ എന്റെ സ്വന്തം അമ്മയും എല്ലാം ഞാൻ ഈ ധ്യാനത്തിലേക്ക് അമ്മായിയമ്മയും ധ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. പിന്നെ അല്ലാതെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്. ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷം എനിക്ക് 1 മണിക്കൂർ വാഹനയാത്ര ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതേ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഞാനിപ്പം കണ്ണൂര് വരെ ഈ മെഡിറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞ് കണ്ണൂര് വരെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒന്നുമില്ല, സുഖമായിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ സ്വഭാവത്തിലും എല്ലാം ഒത്തിരി മാറ്റങ്ങള്. നേരത്തെ അങ്ങനെയല്ല, ഞാൻ ഏതൊരു കാര്യത്തിനും പെട്ടെന്ന് തന്നെ വിഷമിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഓരോ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് തന്നെ എനിക്ക് ഈ പ്രപഞ്ച ശക്തി എനിക്ക് വളരെ ശക്തി നൽകുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ ഈ ധ്യാനത്തിൽ എനിക്ക് കഴിഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ ഏകദേശം എല്ലാം എനിക്ക് പറ്റുന്നുണ്ട്. അത് ധ്യാനത്തിലൂടെ ആർജിച്ച ശക്തി കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ എന്നും രാവിലെയും വൈകിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കെങ്ങാനും സാഹചര്യ കുറവ് കൊണ്ട് ഏതെങ്കിലും സമയങ്ങളില് ചെയ്യാതെ എങ്ങാനും പോയെങ്കിലേ ഉള്ളൂ. എങ്കിലും എന്റെ ജീവിതത്തിൽ അത് എന്നും ഉണ്ട്. ഒരിക്കലും അതിനെ എനിക്ക് മാറാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ നമ്മള് സാഹചര്യം കൊണ്ട് ഇത് വന്നാലും നമ്മൾ മെഡിറ്റേഷന് ഒരിക്കലും മാറത്തില്ല. അത്രയേ ഇഷ്ടമാണ് എനിക്ക് ധ്യാനത്തിനോട്. പിന്നെ എല്ലാരോടും ഞാൻ പറയുന്നുണ്ട്. പിന്നെ കുറച്ചു പേരൊക്കെ അല്ല, പിന്നെ എല്ലാവർക്കും ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് അത് നിർത്താനുള്ള ബുദ്ധിമുട്ടാണ്. അതെ അതെ അങ്ങനെ. അതെ, എന്നാലും അവരോടും പറയൂ, ധ്യാനം ചെയ്ത് തുടരാൻ പറയൂ. പറയുന്നുണ്ട്. അപ്പം എല്ലാം അതിൽ നിന്നൊക്കെ പുറത്തു വരും അവരെ. പിന്നെ എന്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് 2 പെൺപിള്ളേരാണ്. അവരോടും പറയുന്നുണ്ട്. ഒരാള് ധ്യാനം ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂര് കെട്ടിച്ചിരിക്കുന്ന ഒരു ആര്യെന്ന് അവള് ഇതിപ്പോ ആദ്യം എല്ലാം ശ്രീമാജിയുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നു. അതെ അതെ. ആ തിരിച്ചറിവ് അവളിലുണ്ട്. മക്കള് 2 പേരും വളരെ തിരിച്ചറിവുള്ള കുട്ടികളാണ്. വരും, പരിപൂർണമായിട്ട് വരും. എന്താ വെച്ചാൽ മാഡം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ സ്വന്തം അമ്മായിയമ്മയും ധ്യാനത്തിൽ കൊണ്ടുവന്ന് അവരുടെ എത്ര മാറ്റങ്ങളാണ് അവർ പറഞ്ഞ്. അമ്മായിയമ്മ ഒരു മരുമകളെ കുറിച്ച് ഇത്രയും സ്നേഹവും സന്തോഷവും കണ്ണീരോടുകൂടി നന്ദിയും പറയുമ്പോൾ അത് താങ്കളിലുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ഗുണങ്ങൾ തന്നെ. ഈ ഗുണങ്ങളൊക്കെ മക്കൾ കാണാതിരിക്കുമോ, അല്ലെങ്കിൽ മക്കളിൽ ആ തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാവുമ്മ. ഡോണ്ട് വറി. ഓക്കെ, മാഡം ചെയ്യുന്ന ഈ ധ്യാനം വെറുതെ പോവില്ല. ഒക്കെ കുടുംബത്തില് മഹാപരിവർത്തനങ്ങൾ വരും. അപ്പൊ എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയൂ. എന്റെ ഭർത്താവും വരും, ധ്യാനത്തിലേക്ക് വരും. എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. ധ്യാനത്തിലേക്ക് വരും. സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അദ്ദേഹം ദൈവിക ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? എത്ര ദിവ്യമായിട്ടുള്ള കാര്യം അത്. അപ്പൊ ഇനി അദ്ദേഹം വരും, സമയം അധികം താമസിയാതെ തന്നെ വരും. ഓക്കെ, ഇനി എന്താ എല്ലാവരോടും ധ്യാനം ചെയ്യാൻ പറഞ്ഞു? എല്ലാവരും ഈ ധ്യാനം ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാം. എല്ലാവരും സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് ധ്യാനം ചെയ്യണം. അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ
ഗുണം കിട്ടുള്ളൂ. കിട്ടുന്നത് നമുക്ക്. വെജിറ്റേറിയൻ ആകണം. അത് ഞാൻ പറയുന്നു, എല്ലാരോടും പറയുന്നുണ്ട്, വെജിറ്റേറിയൻ ആകണം നമ്മൾ. അന്നേരം നമുക്ക് അതിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാത്തതും നമ്മൾ ഇങ്ങനെ ഇത് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് വെജ് നോൺ വെജ് കഴിച്ചുകൊണ്ട്, പക്ഷെ അവർക്ക് ഇത് പരിവർത്തനം എന്നുള്ളത് വരില്ല. ഇല്ല, അതില്ല. അന്നേരം നമുക്കത് സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് നല്ലപോലെ പറ്റും. അതെ. പക്ഷെ അങ്ങനെ ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് സാധനയുടെ അളവ് കൂട്ടുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നോൺ വെജ് മാറ്റും. പക്ഷെ അവർ വെറുതെ കണ്ണടച്ചിരിക്കുന്നേ ഉള്ളൂ. അത് ചിന്തകൾ മാത്രമാണ്. എന്താ വെച്ചാൽ ആഹാരം വ്യവഹാരങ്ങളെ ബാധിക്കുമല്ലോ. ആഹാരത്തിനനുസരിച്ചല്ലേ വ്യവഹാരവും ബുദ്ധിയും ഗുണവും ഒക്കെ. അപ്പോൾ അവർക്കത് അറിയാനായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരിലും മാറ്റം വരും മാഡം. VMC ഇപ്പൊ ഇത്രയും വിസ്തരിച്ചു. മാഡത്തെ പോലുള്ള ദിവ്യാത്മ സ്വരൂപർ പറഞ്ഞത് കേട്ടിട്ട് എത്രയോ പേര് വരുന്നുണ്ട് ധ്യാനത്തിലേക്ക്. അപ്പൊ VMCയിലൂടെ മാഡം ചെയ്യുന്ന ഇതുപോലും സത്യപ്രചാരമാണ്. മാഡത്തിന് പുറത്തു പോയിട്ട് എന്നെ പോലെ എല്ലാവരുടെ അടുത്തൊന്നും പറഞ്ഞു നടക്കണ്ട. ഓക്കെ, ഇത് തന്നെ ഒരുപാട് പേരിൽ മാറ്റം വരുത്തൂട്ടമാ. ഞാന് ഇതുപോലെ നമ്മുടെ മെഡിറ്റേഷനെ കുറിച്ചുള്ളത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പിന്നെ കാണുന്നുണ്ട്. അതെ, അത് കാണട്ടെ, വരും, എല്ലാരും വരും. അതുപോലെ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്. വെരി ഗുഡ്. താങ്ക് യു വിലാസിനി മാം. താങ്ക് യു സോ മച്ച് മാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാ.